5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. മുത്തശ്ശി 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 ആകെ കുഴപ്പമായി. എന്താടി? അവൻ അവൻ ആര്? ആദ്യോ? അവനെന്ത് പറ്റി? അവൻ കുറ്റേറ്റു. ആ ഷാനുവിനെ സെബാനെ കൊന്നത് അവനാണെന്ന് അവൻ ദത്തനോട് സമ്മതിച്ചു. നീ എന്താ ഈ പറയുന്നത്? പക്ഷെ ശരിക്കും കൊലയാളി അവനല്ല. പിന്നെ അവളാ പൂജ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? എല്ലാം ഞാൻ കേട്ടു മുത്തശ്ശി. അവളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാത്ത കുറ്റം അവൻ ഏറ്റെടുത്തതാ. ഞാനാ അവനെ കൊന്നത്. മോളെ, അവനോട് നമ്മളൊന്ന് സംസാരിക്കണ്ടെന്ന് ദത്തേട്ടൻ പറയുന്നത്. ദത്തേട്ടൻ പറയാൻ ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, എന്റെ വീടാ. ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ ഈ കേട്ടതൊക്കെ നേരാണോ? ആ പിള്ളേരെ കൊന്നത് നീയാണെന്ന് നീ സമ്മതിച്ചോ? എന്താടാ ചോദിച്ചു കേട്ടില്ലേ? കുറ്റസമ്മതം നടത്തിയോന്ന്? നടത്തി. എന്തിന്? കൊന്നത് ഞാനായോണ്ട്. കൊന്നത് നീയോ? നീ അവൾക്ക് വേണ്ടി കുറ്റം ഏറ്റതല്ലേടാ? ഞാൻ ആർക്ക് വേണ്ടി ഏറ്റതൊന്നുമല്ല. കൊന്ന ഞാനാ. അതിന് കിട്ടുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെ നീ മാത്രം ഒരുങ്ങിയോണ്ട് കാര്യമില്ലല്ലോ. ചെയ്യാത്ത തെറ്റിന് നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ കൂടെ സമ്മതിക്കണ്ടേ? ചെയ്ത തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല മുത്തശ്ശി. നീ അങ്ങനെ പലതും പറയും. കാരണം നിനക്ക് ഭ്രാന്ത. അവളോടുള്ള പ്രേമം മൂത്തുണ്ടായ ഭ്രാന്ത്. ഇതുവരെ നിന്റെ എല്ലാ ഭ്രാന്തിനും ഞാൻ കൂട്ടുനിന്നു. ഇനി പറ്റില്ല. ഇതുവരെ കളിച്ചതൊക്കെ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. നിനക്കൊരു പെണ്ണിനോട് പ്രേമമുണ്ടെന്ന് അറിഞ്ഞപ്പോ ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. അവളെ നേരിൽ കാണുന്നതിന് മുമ്പ് എന്റെ കൊച്ചു മരുമകളായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. അവളും നീയും കൂടെ ഇവിടെ ഒളിച്ചിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ ഒറ്റുകൊടുത്തില്ല. ദത്തന്റെ കണ്ണിൽ പെടാതിരിക്കാൻ എല്ലാ തെളിവുകളും ഞാൻ നശിപ്പിച്ചു. അവളുടെ ഒരു ഫോട്ടോ നിന്റെ മുറിയിൽ കലണ്ടറിന്റെ പിന്നിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം അതാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചു. അവിഹിത ഗർഭത്തിന്റെ പേരും പറഞ്ഞ് ആരൊക്കെ ഇവിടെ വന്നപ്പോ കണ്ണു അടച്ച് ഞാൻ അവരെ ആട്ടിപ്പുറത്താക്കി. എന്റെ ആമിയെയും ഗോമതിയെയും പോലും ശത്രുപക്ഷത്ത് നിർത്തി അവൾക്ക് വേണ്ടി വിചാരണ ചെയ്തു. എല്ലാം നീ അവളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരുന്നു. നിന്റെ സന്തോഷത്തിനപ്പുറം എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ട സ്വപ്നങ്ങൾ നീ കാണാതെ ബാക്കി വെച്ചതായിരുന്നു. പക്ഷെ നിന്നെ അവള് തള്ളിപ്പറഞ്ഞ ദിവസം എനിക്ക് അവൾ ആരുമല്ലാതായി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇനി നീ അവൾക്ക് വേണ്ടി നിന്റെ ജീവിതം ബലി കൊടുക്കരുത്. അവൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല. കള്ളം, പച്ചക്കള്ളം. നേരെ ചൊവ്വ ഒരു കള്ളം പറയാൻ പോലും നിനക്ക് അറിയില്ലല്ലോടാ. നീയാണോ അവൾക്ക് വേണ്ടി കൊലക്കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോകാൻ പോകുന്നത്? ആർക്ക് വേണ്ടിയല്ല, ഞാനാ കൊന്നത്. അവളെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ കൊന്നു. ഷാനുവിനെ സെബാനെ ഞാൻ കൊന്നു. മോനെ, 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 മോനെ. ഞാൻ പറഞ്ഞില്ല മുത്തശ്ശി, അവൻ അങ്ങനെ പെട്ടെന്നൊന്നും അവളെ തള്ളി പറയില്ല. പറയണ്ട, പറയണ്ട. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇതുവരെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. നിനക്ക് സങ്കടം വരുന്ന ഒരു വർത്താനം പറഞ്ഞിട്ടുമില്ല. കേട്ടതൊക്കെ കള്ളക്കഥകളാകണമെന്ന്
പേരറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിന്നെ നേരിൽ കാണുന്നതിന് മുമ്പേ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയവളാണ് ഞാൻ. എന്റെ ചെറു മരുമകളായി മനസ്സിൽ താലോലിച്ചവളാണ് ഞാൻ. നീ ആരെന്നോ എന്തെന്നോ അറിയുന്നതിന് മുമ്പ് നിന്നെ സ്വന്തമാക്കാൻ കൊതിച്ചവളാണ് ഞാൻ. കാരണം നീ എന്റെ ആദ്യമോൻ സ്നേഹിച്ച പെണ്ണായിരുന്നു. ആ ഒരൊറ്റ പരിഗണന മാത്രമായിരുന്നു എനിക്ക് നിന്നോട്. അതിനപ്പുറം എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. നീ കളക്ടറുടെ മകളോ കാശുകാരിയോ സുന്ദരിയോ അല്ലായിരുന്നെങ്കിൽ പോലും നിന്നെ രണ്ട് കൈ നീട്ടി ഞാൻ സ്വീകരിക്കുമായിരുന്നു. എന്റെ ആദ്യമോന്റെ മനസ്സ് കീഴടക്കിയ പെണ്ണിന്റെ രൂപം ഭാവനയിൽ കണ്ട് എത്രയോ രാത്രികൾ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. അവന്റെ കയ്യും പിടിച്ച് നീ വന്ന് കയറുന്ന ദിവസം സ്വപ്നങ്ങളിൽ കണ്ട് ഞാൻ സന്തോഷിച്ചു. എന്തിന്? നിന്നോട് ആദ്യം പറയേണ്ട വാചകം, നിന്റെ കയ്യിൽ എടുത്തു തരേണ്ട നിലവിളക്ക്, നിനക്കാദ്യം ഉണ്ടാക്കി തരേണ്ട ഭക്ഷണം ഒക്കെ ഞാൻ മനസ്സിൽ ഒരുക്കി വെച്ചിരുന്നത്. ഒടുക്ക ഓർക്കാപ്പുറത്ത് നീ വന്ന് കയറിയപ്പോ എന്റെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറം നീ സുന്ദരിയാണെന്ന് കണ്ടവരോടൊക്കെ ഞാൻ മീമ്പ് പറഞ്ഞു. ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു പെണ്ണിനെ എന്റെ ആദ്യക്കുട്ടിന് കിട്ടിയത് പൂർവജന്മ സുഹൃതമാണെന്ന് കണ്ണുടച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു. എന്തിന്? മച്ചകത്തിരിക്കുന്ന ഭഗവതിക്ക് തുല്യാണ് നീ എന്ന് പോലും ഞാൻ പറഞ്ഞു. എല്ലാം എന്റെ ആദ്യക്കുട്ടിന് വേണ്ടിയായിരുന്നു. അവനെ നീ സ്നേഹിക്കുന്നു എന്ന തെറ്റിദ്ധാരണയിലായിരുന്നു. കൈക്കുമ്പിളിലല്ലേ അവൻ നിന്നെ കൊണ്ടു നടന്നത്? പിന്നെ എന്തിനാണ് നീ അവനോട് ഈ ചതി ചെയ്തത്? ആ കടപ്പുറത്തുകാരി അവിടെ വന്ന് ഓരോ തവണ ബഹളം ഉണ്ടാക്കുമ്പോഴും തെളിവുകൾ നിരത്തി നീ അവരുടെ മകന്റെ കാമുകിയാണെന്ന് പറയുമ്പോഴും എന്തിന്? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവന്റേതാണെന്ന് വിളിച്ചു കൂവിയിട്ട് പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവരെ എല്ലാം ഞാൻ ആട്ടിപ്പുറത്താക്കി. എന്റെ ആമിയും ഗോമതിയും ചേർന്ന് നിനക്കെതിരെ സമരം ചെയ്തപ്പോഴും ഞാൻ നിന്റെ കൂടെ നിന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ കാത്തു. കണ്ണിൽ കണ്ട കാഴ്ചകളിലൊക്കെയും ചെവിയിൽ കേട്ട വാർത്തകളിലൊക്കെയും നിന്റെ ശരി മാത്രം ഞാൻ ചകഞ്ഞെടുത്തു. ആ എന്നോട് നീ എന്തിനായിരുന്നടി ഇത്രയും വലിയ ക്രൂരത? ചിരിച്ചുകൊണ്ടിങ്ങനെ ചതിക്കുന്നതിൽ ഭേദം ഉറങ്ങിക്കിടക്കുമ്പോ കഴുത്ത് ചിരിച്ച് കൊല്ലായിരുന്നില്ലേ? അല്ലെങ്കിൽ ആഹാരത്തിലൊരു ഇത്തിരി വിഷം തന്നൂടായിരുന്നു? ഇതിലും എത്രയോ ഭേദമായിരുന്നത്.